Be positive with Ramesh Payanur. Brought to you by Al Rashidia Private Polyclinic. ഇന്ന് അതിഥിയായെത്തുന്നത് പ്രശസ്ത എഴുത്തുകാരി KP സുധീരയാണ്. അവർ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ബി പോസിറ്റീവിലൂടെ പറയുന്നത്. നമ്മളിൽ പലരും മരണത്തെ മുഖാമുഖം കണ്ടവരാണ്. പലരും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കഥകളിൽ വായിച്ചിട്ടുണ്ട്. KP സുധീര എന്ന എഴുത്തുകാരി മരണത്തെ മുഖാമുഖം കണ്ട എഴുത്തുകാരിയാണ്. ആ മരണത്തിന്റെ നൂൽപ്പാലത്തിലൂടെ ഏതാനും മിനിറ്റുകൾ സഞ്ചരിച്ച ഒരാളാണ്. അവര് ആ മരണത്തെ മുഖാമുഖം കണ്ട് മരണത്തിന്റെ ചുഴിയിലേക്ക് വീണ് തിരിച്ചു വന്നയാളാണ് ആശുപത്രി കിടക്കയിൽ. ആ കാര്യമാണ് ഒരു കഥ പോലെ KP സുധീര പറയുന്നത്. അവര് പറയുന്ന വാക്കുകൾ, ഓരോ വാക്കുകളും ഒരു കഥയെന്ന പോലെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അത് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും അവരോടൊപ്പം യാത്ര ചെയ്യും. ഇനി മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന അനുഭവമാണ് KP സുധീര നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ബി പോസിറ്റീവിൽ ഇനി KP സുധീര സംസാരിക്കുന്നു. സ്പെഷ്യൽ ഗസ്റ്റ് മനുഷ്യജീവിതത്തില് യാതനയും ക്ലേശങ്ങളൊന്നും അനുഭവിക്കാത്തായിട്ട് ആരുമില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് മനുഷ്യകുലത്തിന്റെ നിശബ്ദ നിലവിളി ഭൂമി ആകെ അലഞ്ഞു തിരിയുന്നുണ്ടെന്ന്. അപ്പൊ എനിക്കും അതേപോലെ ജീവിതത്തിന്റെ ചോരയൊലിക്കുന്ന മുറിവുകളും സ്നേഹനിരാസവും ഒറ്റവരുടെ മരണവും ഇതൊക്കെ ഞാനും അറിഞ്ഞിട്ടുണ്ട്. മരണത്തെ മുഖാമുഖം ഞാൻ കണ്ടിട്ടുണ്ട്. പ്രണയസ്പർദ്ധ മൂത്ത കാമുകനെ പോലെ മരണം എന്നെ ആശ്ലേഷിക്കുവാനായി കരങ്ങൾ നീട്ടി അരികിലേക്ക് അണഞ്ഞിട്ടുമുണ്ട്. എന്റെ രണ്ടാമത്തെ മകന്റെ ജനനത്തോടെ ശരിക്കും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ടതായിരുന്നു. ഞാൻ അന്ന് ഗ്രാമീണ ബാങ്കിന്റെ നരിക്കുനി ശാഖയിലാണ്. കുറച്ച് ദൂരമുണ്ട് ബാങ്കിലേക്ക്. ബസ്സിൽ 1.25 മണിക്കൂർ ഇരിക്കണം. അപ്പൊ ഞാനിങ്ങനെ ബസ് ഇറങ്ങിയിട്ടൊക്കെ നടന്നു പോകുമ്പോ ഞാൻ എന്റെ വയറും കൊണ്ട് ഇങ്ങനെ പോകും. എന്റെ നിറവയറിന്റെ വലുപ്പം കണ്ടിട്ട് 8 മാസം ആകുമ്പോഴേക്കും എനിക്ക് ഫുൾ ഗ്രോത്ത് ആയ പോലെ വയറ് വലിയ വയറായിരുന്നു. അപ്പൊ ബാങ്കിലേക്ക് ബാങ്കിലേക്ക് ബസ് ഇറങ്ങി, ബസ്സിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇറങ്ങി പോകുമ്പോ എന്നെ കണ്ടിട്ട് ആളുകൾ പരസ്പരം നോക്കി സഹതാപം നിറഞ്ഞ വാക്കുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പാവ അതിന് തീരെ വയ്യാന്ന് അങ്ങനെ പറയും. പക്ഷെ അന്നും ഇന്നും എന്നോട് ആരും സഹതപിക്കുന്ന എനിക്കിഷ്ടമല്ല. മറ്റു പലരും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ക്ലേശങ്ങളെ അതിജയിച്ച് ശീലിച്ച ഞാൻ പ്രഭാതത്തില് നേരത്തെ ഉണരും, ഭക്ഷണം ഉണ്ടാക്കും, മൂത്ത മകനെ ഊട്ടിയും പിന്നെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് ഞാനും ബാങ്കിലേക്ക് പോകും. അങ്ങനെ അപ്പൊ ഒരു ദിവസം ഇടപാടുകാരിൽ തലമുതിർന്നൊരു സ്ത്രീ എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മോളെ സ്നേഹം കൊണ്ട് പറയാട്ടോ, ഒന്നും തോന്നരുത്, മോള് ഇനി ബാങ്കിലേക്ക് വരണ്ട, ലീവ് എടുത്തോ, മോളിങ്ങനെ കഷ്ടപ്പെട്ട് വരുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ബാങ്കിലെ സഹപ്രവർത്തകരും പറഞ്ഞു, ശരിയാണ് മാഡം, അങ്ങനെ ചെയ്തോളൂ, ലീവ് എടുത്തോളൂ പറഞ്ഞു. അങ്ങനെ ഞാൻ ലീവിൽ പ്രവേശിച്ചു. അപ്പൊ ആദ്യത്തെ ഗർഭകാലത്ത് 3-4 മാസങ്ങൾ എനിക്ക് ഛർദിയും ഭക്ഷണത്തോട് വെറുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ എങ്ങനെയാണെന്നറിയാം, ഡെലിവറി വരെ ഭക്ഷണം കാണുമ്പോഴേക്കും ഞാൻ ഓക്കാനിക്കും. ഭക്ഷണം കഴിച്ചാൽ ഉടനെ അത് പുറത്തേക്ക് പോകും. ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ഈ പ്രശ്നം കാരണം ബാങ്കിലേ പോകാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഭക്ഷണം കഴിക്കാനാവില്ല, എന്നാൽ എപ്പോഴും കത്തുന്ന വിശപ്പും. പച്ചവെള്ളം കാണുമ്പോൾ ഞാൻ ഛർദിക്കും. അതുകൊണ്ട് സോഡ മാത്രമായിരുന്നു എനിക്ക് കഴിക്കാവുന്ന ഒരേ ഒരു പാനീയം. അപ്പൊ എന്റെ അനിയൻ അനൂപ് അന്ന് ലീവിലൊക്കെ, അവൻ അന്ന് എന്തോ വെക്കേഷനായിട്ട് എന്റെ വീട്ടിലേക്ക് വന്ന് അവൻ താമസിച്ചു. അപ്പൊ അവനോട് ഞാൻ പറയും, മോനെ ഒന്ന് സോഡ വാങ്ങിക്കൊണ്ട്. അങ്ങനെ ഞങ്ങളെ വീട്ടിൽ സോഡ കുപ്പികൾ നിറഞ്ഞു. കാരണം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് പകരം ഒരു കുപ്പി സോഡയെ ഞാൻ കുടിക്കുക. അപ്പൊ ഒരു തരിപ്പുമാരി ഉണ്ടാവില്ല. അതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് അറിയില്ല. അങ്ങനെ ഞാൻ ആ കടയിൽ നിന്ന് പരിപ്പ് വട വാങ്ങിക്കും, ഇതും വാങ്ങിക്കും. അങ്ങനെ വിശന്നിരിക്കുമ്പോ ഭയങ്കര വിശപ്പ് തോന്നുമ്പോൾ ഞാൻ ഭർത്താവിനോട് പറയും മസാല ദോശ വേണമെന്ന് പറയും. ഭർത്താവ് പാവ എവിടേക്കോ പോയിട്ട് നല്ല മസാല ദോശ കയറ്റി വരും. പക്ഷെ അതിന്റെ മണം, അതിന് തുറക്കുമ്പോഴേക്ക് അതിന്റെ മണം കേൾക്കുമ്പോൾ ഞാൻ ഛർദ്ദിക്കും. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം വരും. അങ്ങനെ ശരിയായി ഭക്ഷണം കഴിക്കാതെയും ക്ഷീണം വകവെക്കാതെയും അതികഠിനമായ വിശപ്പും സഹിച്ചിട്ടൊക്കെ ആയിരുന്നു ഞാൻ ബാങ്കിൽ പോയിരുന്നത്. അവധിയിൽ പ്രവേശിച്ചിട്ടും ഞാൻ വിശ്രമിച്ചൊന്നുമില്ല. എല്ലാ ജോലിയും ഞാൻ തനിയെ ചെയ്യും. പിന്നെ എന്റെ കൂട്ടത്തിൽ എന്റെ നഴ്സറിക്കാരനായ മകനെ പഠിപ്പിക്കും. പിന്നെ ഭർത്താവിന് വേണ്ട എല്ലാ കാര്യവും ചെയ്തു കൊടുക്കും. അങ്ങനെ എത്ര ക്ഷീണമാണെങ്കിലും ഞാൻ അതൊന്നും കാണിക്കില്ല. പിന്നെ എന്റെ പ്രസവ തീയതി എടുത്തപ്പോൾ സ്വകാര്യ ആസ്പത്രിയിലെ ഡോക്ടർ സൗദ ബീവി സ്കാൻ ചെയ്യാനായിട്ട് ആസ്പത്രിയിൽ ചെല്ലാൻ പറഞ്ഞു. സ്കാനിങ്ങിന്റെ റിസൾട്ട് ആയിട്ട് ചെന്നപ്പോൾ ഡോക്ടർ അമ്പരപ്പിക്കുന്ന ഒരു വർത്തമാനം പറഞ്ഞു, കുട്ടി ഇരട്ട കുട്ടികളാണ്, ഇനി എന്തെങ്കിലും വിഷമം തോന്നിയാൽ ഉടനെ അഡ്മിറ്റ് ആവണം കേട്ടോ എന്ന് പറഞ്ഞു. ആദ്യം എനിക്കൊരു നടുക്കമാണ് ഉണ്ടായത്, ഒരു ഞെട്ടല്. ഒരു കുട്ടിയെ തന്നെ നോക്കിയെടുക്കാൻ ഞാൻ പെടുന്ന പാട്. പിന്നെ ഇങ്ങനെ 2 കുട്ടികളെ ഞാൻ വളർത്തിയെടുക്കുക ഒന്നിച്ച്. അപ്പം 3 കുട്ടികളെ എങ്ങനെയാ വളർത്തുക? അങ്ങനെ അകലെയുള്ള ബാങ്കിലേക്ക് കുട്ടികളെ ഞാൻ ആരെ കയ്യിൽ ഏൽപ്പിച്ച് പോകും? 3 കുട്ടികളെയും കൊണ്ട് എങ്ങനെ സ്കൂട്ടറിൽ യാത്ര ചെയ്യും? അന്ന് ഞങ്ങൾക്ക് കാറില്ല. ഇങ്ങനെ 100,000 ആശങ്കകൾ എന്റെ ഉള്ളിൽ ഉയർന്നു.
അപ്പം ഭർത്താവിനും ഒരു അമ്പരപ്പായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ അത് കേട്ടിട്ട് പൊട്ടിക്കരയാ ചെയ്തത്. എൻ്റെ മകള് ഈ 2 കുട്ടികളെയും ചുമന്നല്ലേ കണ്ട ദൂരം ജോലിക്ക് പോയത്, കണ്ട പണിയെടുത്തത്. ഗുരുവായൂരപ്പ നീ തന്നെ തുണ. കാരണം അവളെ ഭക്ഷണം കഴിക്കാതെ എത്ര യാത്ര ചെയ്തിട്ടാ പോയത്. ഇങ്ങനെയൊക്കെ സ്വതവേ എല്ലാ കാര്യത്തിനും ധൈര്യമുള്ള എൻ്റെ അമ്മ ഉണ്ടല്ലോ, ദൈവത്തോട് പരാതി പറയാൻ തുടങ്ങി. പിന്നീട് 2 അതിഥികളുടെ വരവേൽക്കാനായിട്ട് ഞാൻ ഓരോ കുട്ടി ജനിക്കുമ്പോഴും ഞാൻ തന്നെ കുട്ടികൾക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ, കുഞ്ഞുടുപ്പൊക്കെ തുന്നി വെക്കും. അതേപോലെ എല്ലാം ഞാൻ കുഞ്ഞുടുപ്പ്, കുട്ടിത്തരണയൊക്കെ ഉണ്ടാക്കി 2 കുട്ടികൾക്ക് വേണ്ട 2 കുപ്പി വാങ്ങി. അതേപോലെ വിരിപ്പുകള്, കുട്ടിത്തരണകള് ഒന്നും നിറച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി. അങ്ങനെ എന്റെ ദിവസങ്ങൾ ഇങ്ങനെ തിരക്കുറ്റതായി. 2 അതിഥികളെ സ്വീകരിക്കണ്ടേ. അപ്പൊ ഒരു പകല് എനിക്കിങ്ങനെ അസ്വസ്ഥത തുടങ്ങി. 2 കുട്ടിക്കുറുമ്പന്മാര് എന്റെ വയറ്റിൽ കിടന്ന് ഗുസ്തി ഓടിക്കും പോലെ. അപ്പൊ ഞാൻ ആശുപത്രിയിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലേക്ക് ഞങ്ങൾ പോയി. അങ്ങനെ അവിടെ ഞാനിങ്ങനെ അവിടെ കിടന്ന് ആലോചിക്കുകയാണ്, അവരുടെ മുഖം എങ്ങനെയായിരിക്കും, ആൺകുട്ടികളായിരിക്കുമോ പെൺകുട്ടികളായിരിക്കുമോ, അങ്ങനെയൊക്കെ ആലോചിക്കുക. അപ്പൊ പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു ചെറിയ വേദന തോന്നിയപ്പോ ഒരു കാലത്ത് എനിമ തന്നിട്ട് എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അപ്പൊ വേദന ഇങ്ങനെ തുടങ്ങി. അപ്പൊ ഭർത്താവിന്റെ കുടുംബം എന്റെ കുടുംബമൊക്കെ ആ റൂമിലുണ്ട് കേട്ടോ. അപ്പം ഭർത്താവിന്റെ അമ്മയ്ക്ക് എന്നെ വലിയ സ്നേഹമാണ്. പക്ഷെ അമ്മ ഒരു ചാഞ്ചല്യവും കാണിക്കാതെ എന്നെ തിയേറ്ററിലേക്ക് യാത്രയാക്കി. പക്ഷെ എന്റെ അമ്മ തിയേറ്റർ വരെ കൂടെ വന്നു. തിയേറ്ററിന്റെ വാതുക്കലെത്തിയപ്പോ അമ്മ എന്നെ പിടിച്ചു നിർത്തി. എന്റെ മുഖത്തേക്ക് നോക്കി. അമ്മയുടെ മുഖം എപ്പോഴും പുഞ്ചിരി മാത്രം കാണുന്ന ആ മുഖത്തുണ്ടല്ലോ, കാറും കോളും കണ്ട് കറുത്തുപോയി അമ്മേന്റെ ആ മുഖം. അപ്പൊ മരണത്തിന് മുന്നിൽ കണ്ടതുപോലെ അമ്മേന്റെ മുഖത്തൊരാദി, ഗുരുവായൂരപ്പ നീ തന്നെ തുണാന്ന് അമ്മ പറഞ്ഞു പോയി. അപ്പൊ അമ്മ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിനെ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ തിരിഞ്ഞു നിന്ന്, അമ്മേ ഞാനല്ലേ പ്രസവിക്കുന്നത്, നിങ്ങളൊന്നും വിഷമിക്കണ്ട, ഞാൻ ഒരു കേടും കൂടാതെ തിരികെ വരും. അമ്മയ്ക്ക് 2 പേരക്കുട്ടികൾ ഒന്നിച്ച് ഞാൻ സമ്മാനിക്കും, അത് പോരെ? അമ്മയുടെ മുഖത്ത് നോക്കി വേദനയുടെ ഇടവേളയിൽ ഞാൻ പൊട്ടിച്ചിരിച്ചു. അപ്പൊ ആ ചിരി അടുത്ത കൊടും വേദന വന്നപ്പോ ചെലമ്പിപ്പോയി. കാരണം നമ്മൾ വിചാരിക്കും സൃഷ്ടിയുടെ വേദനയാണ് ലോകത്തിലേക്കും വലിയ വേദന എന്ന്. ശരിക്കും ഓരോ സ്ത്രീയും അറിയുന്ന നിമിഷമാണത്. നിമിഷങ്ങളല്ല, ചിലപ്പോൾ മണിക്കൂറുകൾ ഈ വേദന അനുഭവിക്കേണ്ടി വരുമല്ലോ. അപ്പൊ പ്രസവമുറിയിൽ വെച്ചിട്ടാണ് ഈ സ്ത്രീകൾക്ക് ഈ അറിവുണ്ടാവുക. അപ്പൊ ഒരു പെണ്ണിന്റെ മരണപ്പെടിച്ചിലല്ല അവിടെ നമ്മൾ കാണുക, അനേക സ്ത്രീകൾ ഒന്നിച്ച് നിലവിളിക്കുന്ന ഒരു സംഗമ ഭൂമിയാണത് ഈ ലേബർ റൂം എന്ന് പറയുന്നത്. അപ്പൊ കൊടിയ വേദനയുടെ ഒരു തിര വന്ന് അടങ്ങുമ്പോ അടുത്ത കട്ടിൽ നിന്ന് ഒരു കരച്ചിലേറും. അപ്പൊ വിചാരിക്കും, അയ്യോ ഞാൻ നീറ്റി പോയിട്ട് ആ പാവ സഹോദരീന്റെ നെറ്റിയിൽ ഒന്ന് തടവി ആശ്വസിപ്പിക്കട്ടെ, സാരില്ല എന്ന് പറയട്ടെ എന്ന് വെച്ച് ഞാൻ എണീക്കാൻ പോകുമ്പോഴേക്കും എനിക്ക് തന്നെ അസഹനീയമായ അടുത്ത വേദനയിലേക്ക് ഞാൻ അമരും. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള സകല ഭൗതിക ശ്രേയസ്സുകളെ ഞാൻ വലിച്ചെറിയാം. ദൈവമേ എന്നെ ഈ കൊടും യാതനയിൽ നിന്ന് ഒന്ന് രക്ഷിക്കൂ എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പൊ എന്റെ അരികിൽ എവിടെയോ ഉണ്ടായിരുന്ന സിസ്റ്റർ പറയാണ്, പണക്കാരുടെ കുട്ടികൾ ഇങ്ങനെയാ, ഗർഭകാലത്ത് ഒരു ജോലിയും ചെയ്യാതെ വയറ് നിറയെ ഭക്ഷണവും കഴിച്ച് കട്ടിൽ ചെന്ന് കിടക്കും. ഇപ്പൊ അനുഭവിച്ചോ? ഇത് കേട്ടപ്പോ എനിക്ക് അതിലും സങ്കടമായി. അപ്പൊ ഞാൻ വേദനയ്ക്കിടയിൽ നിലവിളിച്ചു, അയ്യോ സിസ്റ്ററെ നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഞാൻ പണിയൊക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ പണക്കാരിയല്ല, ഞാൻ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ബാങ്കിലും ജോലി ചെയ്തിട്ടുണ്ട്, എനിക്ക് വിശ്രമേ ഉണ്ടായിട്ടില്ല, അങ്ങനെയൊക്കെ പറയായിരുന്നു ഞാൻ. അങ്ങനെ മണിക്കൂറുകളുടെ വേദനയുമായി നടത്തിയ പോരാട്ടങ്ങൾക്ക് ശേഷം അവൻ ഈ രക്തപ്പുഴ നീന്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പൊ ഒരു മനുഷ്യജീവിന്റെ ആദ്യത്തെ രോദനമുയർന്നു. എന്നാൽ പിറവിക്ക് ശേഷം എന്റെ വേദനയ്ക്ക് ഒരു മാറ്റവും ഒരു ശമനവും. ഞാനും കുട്ടിയുമായിട്ടുള്ള ബന്ധം കത്രിക കൊണ്ട് ഡോക്ടർ വിച്ഛേദിച്ചിട്ട് കുട്ടിയെ വായിലെ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് പറയാണ്, സുധീര ഇന്നത്ര നേരം കഷ്ടപ്പെടുത്തിയ വീരൻ ഇതാ, ആൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. ആൺകുട്ടിയായാലും വേണ്ടില്ല പെൺകുട്ടിയായാലും വേണ്ടില്ല, എനിക്ക് ആശ്വസിക്കാൻ കഴിയണ്ടേ? ഞാൻ വേദനയുടെ വൻ തിരകൾ എന്റെ ശരീരത്തിൽ ഇങ്ങനെ എരമ്പാണ്. അപ്പൊ ഞാൻ മണിക്കൂറുകളാണോ നിമിഷങ്ങളാണോ മണിക്കൂറാണോ കടന്നുപോയെന്ന് അറിയില്ല. എന്റെ കണ്ണീർപ്പുഴ നീന്തിയിട്ടതാ മറ്റൊരു മനുഷ്യജീവി ഭൂമിയിലേക്ക് പതിച്ചു. അവനും ഞാനുമായിട്ടുള്ള ബന്ധം ആ ഡോക്ടർ വിച്ഛേദിച്ചു. ഇതും ആൺകുഞ്ഞ് തന്നെ. ഡോക്ടറുടെ ശബ്ദം ഞാൻ കേട്ടു, പക്ഷെ അവന്റെ കരച്ചില് ഞാൻ കേട്ടില്ല. അവന്റെ മുഖവും ദേഹമൊക്കെ തുടച്ച് ഡോക്ടർ തല കീഴായി പിടിച്ച് കുട്ടിയെ എനിക്ക് മേലെ ഇങ്ങനെ കാലുകളിൽ ഉയർത്തിപ്പിടിച്ചു. ഇല്ല, അവൻ കരയുന്നേ ഇല്ല. അപ്പൊ ആ കിളുന്നിന്റെ പൃഷ്ഠത്തിൽ ഡോക്ടറുടെ കൈപ്പത്തി അമരുന്ന ശബ്ദം, ടേ ടേ ടേ
അപ്പൊ അവന് ശബ്ദമില്ല. അയ്യോ ഡോക്ടർ, അവൻ കരയുന്നില്ല ഞാൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർ നേഴ്സും മാറി മാറി ആ പിഞ്ചു പൃഷ്ഠത്തിൽ ഇങ്ങനെ മാറി മാറി പ്രഹരിക്കും. എനിക്ക് ഞാൻ അബോധാവസ്ഥയിലേക്ക് ഞാൻ വീഴുന്ന പോലെ ഉണ്ട്. അപ്പൊ ഞാൻ നിലവിളിച്ചു, അയ്യോ ഡോക്ടർ പ്ലീസ്, ഒരു ചെറിയ കുഞ്ഞു കുട്ടിയല്ല, കുട്ടി ഇപ്പം ലോകം കണ്ടിട്ടല്ലേ ഉള്ളൂ, നിങ്ങൾ എന്തിനാ കുട്ടീനെ എങ്ങനെ അടിക്കും, നിങ്ങൾ അടിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടി കരഞ്ഞോളൂ. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഡോക്ടർ സമാധാനിപ്പിച്ചു, കുട്ടി വിഷമിക്കണ്ട, ചില കുട്ടികൾ ഫ്ലൂയിഡ് വായിൽ കയറി എങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അടിക്കുന്നത്, അവന് വേദനിക്കുന്ന തരത്തിലൊന്നല്ല ഞങ്ങൾ അടിക്കുന്നത്, കുട്ടിക്ക് തോന്നുകയാണ്, സങ്കടപ്പെടണ്ടട്ടോ എന്നോട് പറഞ്ഞു. അപ്പൊ കുട്ടി കരയാത്തതിൽ ഡോക്ടർ ഉത്കണ്ഠപ്പെടുമ്പോഴേക്കും കുട്ടി ചിലത് എന്നിൽ സംഭവിക്കുകയായിരുന്നു. മറുപിള്ള എന്ന് പറയുന്ന പ്ലാസന്റ് ഉണ്ടല്ലോ, അത് പുറത്തേക്ക് വരുന്നതിന് പകരം മുകളിലേക്ക് തന്നെ കയറിപ്പോയി. ഇപ്പൊ സിനിമാ നടി സ്മിതാ പാട്ടീൽ ഇതേ കാരണത്താൽ ആ കാലത്ത് മരിച്ചു പോയിരുന്നു. അപ്പൊ എന്റെ പ്രജ്ഞ അങ്ങനെ മങ്ങാൻ തുടങ്ങി, അങ്ങനെ അൺകോൺഷ്യസ് ആവുക. അപ്പൊ ഡോക്ടറുടെ പരിഭ്രമം നിറഞ്ഞ ശബ്ദം ഞാൻ കേൾക്കുകയാണ്, അയ്യോ സിസ്റ്റർ പ്ലാസന്റെ മുകളിലേക്ക് കയറിയല്ലോ, വേഗം മറ്റേ ഡോക്ടർമാരൊക്കെ വിളിക്കൂ പറഞ്ഞു. അങ്ങനെ സിസ്റ്റർമാരുടെയും ഡോക്ടർമാരുടെയും ഒക്കെ അങ്ങനെ ശബ്ദം അകലേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നി. ഷീസ് ഗെറ്റിംഗ് ബ്ലൂ, ഏതോ ഒരു ഡോക്ടർ പറയാം. അപ്പൊ സൂര്യൻ അസ്തമിക്കുന്ന പോലെ ഏതോ ഇരുളിൽ ഞാൻ അങ്ങനെ കടന്ന് വിറക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങളും എന്റെ കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും ഭർത്താവും സഹോദരങ്ങളൊക്കെ ഏതോ അഗ്നേയതയിലേക്ക് ഇങ്ങനെ അകന്നു പോകുന്ന പോലെ ഏതോ ഒരു മറവി എന്നിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഞാനൊരു വൻ സമുദ്രത്തിലേക്ക് ലയിക്കുന്ന പോലെ ഒരു പ്രചണ്ഡധാരയായി ചൈതന്യപൂർണമായ ഒരു പ്രവാഹത്തിലേക്ക് ഞാൻ അങ്ങനെ അലിഞ്ഞു ചേരുകയാണ്. എന്റെ കാലിന്റെ അടിയിൽ നിന്നുണ്ടല്ലോ ഒരു ശൈത്യം ഇങ്ങനെ മുകളിലേക്ക് അരിച്ചു കയറുക, മരണാണ് അത് എനിക്ക് മനസ്സിലായി. ഒരു തണുപ്പ് ഇങ്ങനെ കാലിന്റെ അടിയിൽ കൂടെ, ഒരു ധ്യാനം, ഒരു പ്രാർത്ഥന, ഏതോ സൗമ്യ കൽപ്പന, കൂമ്പിയ താമരപ്പൂ പോലെ എന്റെ ജീവൻ ഏതോ പ്രവാഹത്തിലേക്ക് ആണ്ട് മുങ്ങുന്ന പോലെ, അങ്ങനെ ബോധാബോധങ്ങളിലൂടെ ഊളിയിട്ട് ഏത് സമുദ്രത്തിന്റെ അന്തരാളത്തിലേക്കാണ് ഞാൻ പതിക്കുന്നതെന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുന്നു. അതേ മരണം എന്റെ ശരീരത്തിൽ ഇങ്ങനെ കൊക്കുരുമിയാണ് എനിക്ക് മനസ്സിലായി. എത്ര മണിക്കൂറാണ്, എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ണു തുറന്നത്. അല്ലല്ല, കണ്ണുകൾ തുറക്കുകയായിരുന്നില്ല, ബോധത്തിലേക്ക് ഞാൻ വഴുതി വീഴാണ്. മഴ പെയ്യുമ്പോ ഇല തളർക്കും പോലെ, അതുപോലെ ഉണങ്ങിയ പുല്ലുകൾക്ക് ജീവൻ വെക്കും പോലെ ആത്മാവിൽ കാത്തിരുന്ന ജീവൻ തിരികെ വരികയാണോ? ഇതാരാണ് ഈ ജീവൻ എനിക്ക് തിരികെ കൊണ്ടു തന്നത് ഞാൻ ആലോചിക്കുന്നു. ഇതല്ലേ ഈശ്വരീയത, ഇതല്ലേ ദൈവമെന്ന ശക്തി? നമ്മുടെയൊക്കെ ആത്മാവിലേറ്റ മുറിവുകൾക്ക് ഔഷധമാവുന്ന അതേ ദൈവം ശരീരത്തിനേറ്റ മുറിവുകളെയും ഉണക്കുകയാണോ? ഞാൻ ആലോചിച്ചു പോയി. മഴ പെയ്യുന്നുണ്ടോ? എവിടെയാണ് ഈ ബക്കറ്റിൽ വെള്ളം വീഴുന്നത്? എവിടെയാണ് ഈ വെള്ളം വീഴുന്നത്? ഞാൻ ആലോചിക്കുക. അപ്പൊ എന്റെ പ്രജ്ഞയെ മുറിപ്പെടുത്തുകയാണ് ഈ ശബ്ദം. അപ്പൊ ഞാൻ തന്നെ അസ്വസ്ഥപ്പെടുത്തി. അപ്പൊ ഞാൻ കണ്ണുകൾ തുറന്നപ്പോ ഒരു വെളുത്ത വസ്ത്രം അണിഞ്ഞൊരു സ്ത്രീരൂപം ഉണ്ട് അടുത്തോ. അതൊരു നേഴ്സാണല്ലോ. അപ്പൊ ഞാൻ ആശുപത്രിയിലാണോ? സിസ്റ്റർ ആ ബാത്റൂമിലെ ടാപ്പ് ഒന്ന് അടച്ചു വെക്കുവോ, അല്ലെങ്കിൽ തന്നെ എനിക്ക് സുഖമില്ല. അപ്പോഴാണ് ഈ വെള്ളം വീഴുന്ന ഒച്ച. ഒരു സ്വൈര്യവും ഞാൻ ഇങ്ങനെ സിസ്റ്ററോട് പറയാം. അപ്പൊ മാടപ്രാവിനെ പോലുള്ള സിസ്റ്റർ സൗമ്യമായിട്ട് എന്റെ ചെവിയിൽ എന്താ പറഞ്ഞറിയാം, അത് വെള്ളം വീഴുന്ന ശബ്ദമല്ല കുട്ടി, കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് രക്തം താഴെയുള്ള ബക്കറ്റിലേക്ക് പതിക്കുന്ന ഒച്ചയാണത്. അപ്പൊ ഞങ്ങൾ യന്ത്രം വെച്ച് കുട്ടിയുടെ വയറ്റിനകത്തെ പ്ലാസന്റെ ക്രഷ് ചെയ്ത് ഇപ്പൊ അതിങ്ങനെ കൈകൊണ്ട് റിമൂവ് ചെയ്യാണ്. മാനുവൽ റിമൂവൽ ഓഫ് പ്ലാസന്റ എന്ന് അതിന് പറയാം. പറഞ്ഞത് മുഴുവൻ എനിക്ക് മനസ്സിലായില്ല, എന്നാലും എനിക്ക് കടുത്ത വയറുവേദന അനുഭവപ്പെട്ടു. എന്റെ അടിവയറ്റിൽ നിന്ന് ആരോ ഒരു വലിയ കത്തിയെടുത്ത് ചുരണ്ടുന്ന പോലെ. എന്താണ് വേദനയേക്കാൾ നിസ്സഹായത കൊണ്ട് എനിക്ക് കരച്ചിൽ വന്നു. എന്തെല്ലാമാണ് എന്റെ ഈ ദുർബല ദേഹത്തെ നിങ്ങൾ ചെയ്യുന്നത്? എന്റെ അമ്മ എവിടെ? എന്റെ കുട്ടികളെവിടെ? മൗനമായി കരഞ്ഞോണ്ട് ഞാൻ കണ്ണുകൾ അടച്ചിട്ട് കണ്ണിന്ന് ഇങ്ങനെ ധാരധാരയായി കണ്ണീരൊഴുകി. സിസ്റ്റർ ഒന്ന് മതിയാക്കോ, ഞാൻ ഒന്ന് കിടക്കട്ടെ, ഒന്ന് ഉറങ്ങട്ടെ, ഞാൻ അങ്ങനെ നേർത്ത ശബ്ദത്തിൽ പറഞ്ഞൊപ്പിച്ചു. അപ്പൊ ഈ സിസ്റ്റർ പറയാണല്ലോ, കുട്ടി ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യാന്ന് വിചാരിച്ചോട്ടോ. ഈ ആശുപത്രിയിലെ സകല ഡോക്ടർമാരും കൂടെ ശ്രമിച്ചിട്ടാണ് ഈ കുട്ടീന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്, അത് മറക്കരുത്. ഇനി ദൈവത്തിനോട് ജീവിതം മുഴുവൻ പോസിറ്റീവായിട്ട് ജീവിക്കണം കേട്ടോ. എന്ത് ദുഃഖം വന്നാലും തളരരുത്. ആ സിസ്റ്റർ എനിക്ക് പറഞ്ഞുതരാം, അത്രയും വലിയ മരണത്തിൽ നിന്നാണ് നിങ്ങളെ രക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് അദൃശ്യനായ ദൈവത്തോടാണ്. ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും ദൈവം ഇതെല്ലാം അറിയുന്നുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. ഒരു ആത്മാവിന്റെ പ്രാർത്ഥന മറ്റൊരു ആത്മാവ് കേൾക്കുന്നു. പിന്നീട് ഞാൻ എന്റെ അമ്മയുടെ മുഖം കണ്ടു, ഭർത്താവിന്റെ മുഖം കണ്ടു, കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടു. എന്നാല് കരയാതെ പിറന്ന എന്റെ കുഞ്ഞ് എവിടെ? ഏതോ ധനുരാവിലെ നിലാവ് പോലെ എന്റെ കണ്ണീരിൽ അഗ്നി പടർത്തിക്കൊണ്ട് അവൻ എവിടെയാണ് പോയി മറഞ്ഞത്? ഇപ്പോഴും എനിക്കറിയില്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. Special guest